ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെ പോർച്ചുഗൽ ആരാധകർ നിരാശയിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ലോകകപ്പിൽ പോർച്ചുഗൽ കിരീടമുയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ഫുട്ബോൾ പ്രേമികളുടെ ക്രിസ്ത്യാനോ ആരാധകരുടെ ഇടയിൽ നിന്ന് മലപ്പുറത്തുനിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വമ്പന്മാരുടെ പോരാട്ടത്തിൽ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മടങ്ങുകയാണ്. ക്വാർട്ടറിലേക്ക് പ്രവേശനമില്ല. ഇപ്പോൾ മലപ്പുറം അധികാരത്തൊടിയിലാണ് നമ്മളുള്ളത്. മത്സരം കഴിഞ്ഞ ഉടനെ ഇവിടെ ഇപ്പോൾ പോർച്ചുഗലിന്റെ ഫ്ലക്സുകളൊക്കെ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫ്ലക്സ് അഴിച്ചു മാറ്റുന്ന ഒരു ദൃശ്യമാണ്. എന്താ പോർച്ചുഗൽ ആരാധകരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. എന്താ പറയുക? എന്താ വളരെ സങ്കടം, വിഷമത്തിലാണ്. റൊണാൾഡോന്റെ അവസാന മാച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ജയിക്കാനും പറ്റില്ല. അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റാക്ക് ഇങ്ങനെ പോരെ, കുറഞ്ഞു. പക്ഷെ സ്പെയിനും അല്ലേ, വമ്പൻ ടീമും അല്ലേ. ആ ഒരു ഞങ്ങൾ വമ്പൻ ടീമാണ്. ഏതെങ്കിലും ഒരു ടീം പുറം പോവല്ലോ, അത്ര തന്നെ. അല്ല അപ്പൊ ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കണില്ല. വിഷമമുണ്ട് അല്ലേ? നല്ല വിഷമമുണ്ട്. എന്തായാലും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് വേണമെന്നൊരു ആഗ്രഹം എന്തായാലും പോർച്ചുഗൽ ആരാധകർക്ക് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്തായാലും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോക്ക് ഒരു കപ്പ് വേണമെന്നല്ലേ, അത് നടന്നില്ല. സങ്കടമുണ്ട്. ഫിഫ ഓലപ്പം നിൽക്കൂലേ, മെസ്സിന്റെ ഒപ്പം നിൽക്കുള്ളൂ, അർജന്റീനയുടെ ഒപ്പം നിൽക്കുള്ളൂ. ഓന്റെ ഒപ്പം നിൽക്കണ്ടേ? എന്നാലും ഇപ്പൊ കുട്ടികൾ പെനാൽറ്റി കൊടുത്താൽ മതി, അവർക്ക് കൊടുക്കണ്ടേ? പെനാൽറ്റി കൊടുക്കണില്ലല്ലോ. ഈ ഒരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ ആദ്യ 90 മിനിറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം ഉൾപ്പെടുന്ന ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരിൽ നിന്നൊരു പ്രതികരണങ്ങളൊക്കെ തേടാം. ഇതെന്താണ് ഈ രീതിയിലൊരു ആഘോഷം? ഒന്നുമില്ല, ഇത് ഞങ്ങള് തോൽക്കുന്ന എല്ലാ ടീമിന്റെയും ഫ്ലെക്സ് ഞങ്ങൾ മാറ്റും. അത് ഞങ്ങൾ ഇവിടെ ഷെഡ് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അതിനൊക്കെ പറ്റുമല്ലോ. നേരത്തെ ബ്രസീലിന്റെ ഫ്ലക്സ് ഇവിടെ ഉണ്ടായിരുന്നു, അടുത്ത് മാറ്റിയതാണോ? അതാണോ? അത് അവിടെ മടക്കി വെച്ചോണു. ഇപ്പൊ ഞങ്ങൾ എന്ത് ഭയങ്കര ഉപകാരമായി. എത്ര ആൾക്കാർ അത് തലക്കണിയാക്കി ഉപയോഗിച്ചു പറയോ? അങ്ങനെ മടക്കിയിട്ട് അതിമേ തലക്കണിയാക്കി 5-6 ആൾക്കാർ ഒപ്പം കിടന്ന് അതിമേൽ അന്ന് കളിയുണ്ട്. ചില ആളുകളുടെ സങ്കടം നിങ്ങൾക്കൊരു സന്തോഷം. അതെ, അതാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിനും വളവുള്ളൂ. അർജന്റീന അല്ലല്ല, ഞാൻ നെതർലാൻഡ് ഫസ്റ്റ് പോയി. നെതർലാൻഡിന്റെ ആളാണ് കേട്ടോ. ഓക്കെ. എന്തായാലും ഒരു സങ്കടം എല്ലാ ആളുകൾക്കും ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കപ്പ് നേടണം, അദ്ദേഹം കപ്പ് ഉയർത്തണമെന്ന ആഗ്രഹം പോർച്ചുഗൽ ആരാധകർക്ക് അപ്പുറത്തേക്ക് തന്നെയുള്ള മറ്റ് ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാതി വഴിയിൽ മടങ്ങുകയാണ് ക്രിസ്ത്യാനോയും സംഘവും. ലോകകപ്പാണ്, ഏതെങ്കിലും ഒരു ടീമിന് മാത്രമേ ജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ പോരാട്ടങ്ങൾ കടുക്കുകയാണ്. മലപ്പുറത്തുനിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.